വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ കാർഷിക വിളകൾ എന്നതിലെ രണ്ടാമത്തെ ക്ലാസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നമുക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അത്യാവശ്യം വലിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ബാക്കി കൂടെ എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഓരോ വിളകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ പല കൃഷി രീതികളും നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് ഏതൊക്കെ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാറുണ്ട്, നാണ്യവിളകൾ കൃഷി ചെയ്യാറുണ്ട്, അതുപോലെ പാനീയ വിളകളുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഒന്നാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് സീരീസ് നോക്കുമ്പോൾ ഇത് പഠിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എന്താണ് ഈ ഉപജീവന കൃഷി എന്ന് പറയുന്നത്? നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് എക്സ്ട്രാ വരുന്നത് മാത്രം എന്ത് ചെയ്യുക, വിൽക്കുക, അതിൽ നിന്ന് ലാഭം നേടുക, അതിലൂടെ മാത്രം ലാഭം നേടുക. പിന്നീട് ഇതൊരു ഉപജീവന മാർഗത്തിന് മാത്രം യൂസ് ചെയ്യണം. അതായത് പരമ്പരാഗതമായ അവരുടെ ഉപകരണം മാത്രം ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയെയാണ് നമ്മൾ ഉപജീവന കൃഷി എന്ന് പറയുന്നത്. കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഇവയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. ലാഭം നേടുക എന്നത് പ്രാഥമിക ലക്ഷ്യമല്ലാത്തതും ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ വിറ്റ് മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഈ ഉപജീവന കൃഷി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ കൃഷി ചെയ്യുക, അതിൽ ലാഭം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയി അവർ ഉപയോഗിക്കുന്നില്ല. അത് മാത്രമല്ല, പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് അതിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ചില അവസരങ്ങളിൽ മാത്രം എന്ത് ചെയ്യും, അവർ മിച്ചം വരുന്ന കാർഷികോൽപ്പന്നങ്ങൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ഇനി എന്താണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്? ഒരേ കൃഷി സ്ഥലത്ത് തന്നെ ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നത്. നമ്മളിപ്പോൾ TV-യിലൊക്കെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം കാണാറുണ്ട് അല്ലേ? താഴെ കുളത്തിൽ മീൻ വളർത്തുന്നുണ്ടാവും, അതിൻ്റെ മേലെ വന്നിട്ട് പടവലങ്ങ പോലെയുള്ളവയെല്ലാം കൃഷി ചെയ്യുന്നുണ്ടാവും, വള്ളിയിൽ കെട്ടിയിട്ട് പടവലങ്ങ കൃഷി ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ വേസ്റ്റ് വന്നിട്ട് ഇത് മീനിന് ഉപകാരപ്പെടുന്ന പോലെ യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൃഷിയുടെ പ്രോഗ്രാമുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ എന്നിവയൊക്കെ ഈ കോഴിയുടെ വേസ്റ്റ് കൃഷിക്ക് യൂസ് ചെയ്യുന്ന പോലെയും, അതുപോലെ കന്നുകാലിൻ്റെ വേസ്റ്റ് കൃഷിക്ക് യൂസ് ചെയ്യുക, അതുപോലെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന അത് കന്നുകാലികൾക്ക് ഭക്ഷണമായി കൊടുക്കുക. അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഈ കന്നുകാലികളിലാണല്ലേ കണ്ടിട്ടുള്ളത്. കന്നുകാലി വളർത്തുകയും ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ അവരെന്തും ചെയ്യും, കൃഷിയും ചെയ്യും. ഈ കന്നുകാലിയുടെ വേസ്റ്റ് വന്നിട്ട് ചാണകമെല്ലാം അവരെന്തിനുപയോഗിക്കും, കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കും. അതിൽ നിന്നുള്ള വേസ്റ്റ് വരുന്ന ഇലയും മറ്റുമൊക്കെ കന്നുകാലികൾക്ക് കൊടുക്കുകയും ചെയ്യും. അതുപോലെ അവർ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യുകയും ചെയ്യും അല്ലേ? അതിനെയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്ന രീതിയെയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവ സംയോജിപ്പിച്ച് കൃഷി ചെയ്യുന്നത് ഈ രീതിയിലാണ്. കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നു, കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് തിരിച്ചും ലഭിക്കുന്നു. ചിലവ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതിനുവേണ്ടി നമുക്ക് കന്നുകാലികൾക്ക് കൃഷിയിടത്തിൽ നിന്ന് ഭക്ഷണം കിട്ടും, കൃഷിയിടത്തിലേക്കുള്ള വളം കന്നുകാലികളിൽ നിന്നും കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് ചിലവ് അവിടെ വരുന്നില്ല എന്നാണ് ഈ തോട്ടവിളകൾ എന്ന് പറയുന്നത്. ഈ 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ നമുക്കറിയാലേ, ബ്രിട്ടൻ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും അവരുടെ കോളനികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അവരവിടെ കോളനികൾ ഉണ്ടാക്കിയത്? അവിടുന്ന് അവർക്ക് അസംസ്കൃത വസ്തുക്കൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അത് അവർക്ക് ഉൽപ്പന്നങ്ങളായി മാറ്റി അവരുടെ സാധനങ്ങൾ ഈ കോളനികളിൽ തന്നെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്തുണ്ടാക്കിയിട്ടുള്ളത്, കോളനികളെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നത്. അതായത് പല രാജ്യങ്ങളെയും കോളനിയാക്കിയത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ നിന്നെല്ലാം അവർ പരുത്തി ആയാലും നീലമായാലും അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങളായാലും എല്ലാം കയറ്റുമതി ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അവർ അവരുടെ നാട്ടിൽ പോയി അത് ഉൽപ്പന്നമാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റിട്ടുമുണ്ട്. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്തു, അവരുടെ കോളനികളിലൊക്കെ അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ച കൃഷി രീതികളാണ് ഈ തോട്ടം കൃഷികൾ എന്ന് പറയുന്നത്, തോട്ടവിളകൾ എന്ന് പറയുന്നത്. ഈ തോട്ടവിളയിൽ എന്തൊക്കെയാണ് വരുന്നത്? തേയില, കാപ്പി, ഗ്രാമ്പു, ഏലം, കുരുമുളക് എന്നിവയൊക്കെയാണ് ഈ തോട്ടവിളകളിൽ വരുന്നത്. ഇനി എന്താണ് വാണിജ്യ വിളകൾ എന്ന് പറയുന്നത്? വാണിജ്യ വിളകൾ എന്ന് പറയുന്നത് വൻതോതിൽ വാണിജ്യ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമ്മൾ നേരത്തെ ഉപജീവന കൃഷി പറഞ്ഞപ്പോൾ
സ്വന്തമായി ഉപയോഗിക്കാനുള്ളതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വാണിജ്യ വിളകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുക, എന്തിനു വേണ്ടിയിട്ട്? വാണിജ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. കയറ്റുമതി ചെയ്യാനായാലും ശരി, വേറെ പല കാര്യങ്ങൾക്കായിട്ടും ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നവയാണ് വാണിജ്യ വിളകൾ എന്ന് പറയുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാണിജ്യവിള കൃഷി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം എന്നിവയെല്ലാം. നമ്മൾ പറഞ്ഞു കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. എന്നാൽ അത് പഞ്ചസാരയുടെ ഉൽപ്പാദനം വെച്ച് നോക്കുകയാണല്ലോ. കരിമ്പ് നമുക്ക് അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കില്ല. എന്തിന്? പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട്. ആ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ആരാണ്? അത് മഹാരാഷ്ട്രയാണ് അല്ലേ. അതുപോലെ റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അല്ലേ. ഇനി പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് പരുത്തിയെ നമ്മൾ പറയുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. ഇന്ത്യയുടെ കോട്ടൺ ഓഫ് പോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം മുംബൈ ആണ് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രാം സ്ഥാനമാണെന്നാണ് പറഞ്ഞത്? 1ാം സ്ഥാനമാണ് എന്നാണ് അല്ലേ നമ്മൾ പറഞ്ഞത്. മഹാരാഷ്ട്ര, അതുപോലെ ഗുജറാത്ത്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ പരുത്തി കൃഷിയെല്ലാം എന്ത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്? ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ വാണിജ്യ വിളകളാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലാണ്, കയറ്റുമതിക്കും മറ്റുമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നമുക്ക് കൂടുതൽ മൂലധനം വേണമല്ലേ. കൂടുതൽ നിക്ഷേപവും ഉയർന്ന മൂലധന നിക്ഷേപവും വേണം. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വിളകൾ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മൾ കൃഷിയെക്കുറിച്ച് നോക്കുമ്പോൾ ഹരിത വിപ്ലവം നോക്കേണ്ടതുണ്ട്. അപ്പം അതിന് മുമ്പ് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു വെച്ച ബാക്കിയുള്ളവയും കൂടി നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞത് പരുത്തി വരെ പറഞ്ഞു. അടുത്തത് ചണം. സുവർണ നാര് എന്നറിയപ്പെടുന്നതാണ് ചണം. ചണം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സുവർണ നാര് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ചണം ഉൽപാദനത്തിലുള്ളത്. ചണം കൃഷിക്ക് അനുയോജ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബലമുള്ള നാരു ചെടിയാണ് ചണം എന്ന് പറയുന്നത്. ഇതിനാവശ്യമായ മണ്ണ് എങ്ങനത്തെയാണ് പറഞ്ഞാൽ മണൽ കലർന്നതോ കളിമണ്ണോ ആയ എക്കൽ മണ്ണാണ് ചണം കൃഷിക്ക് അനുയോജ്യമായത്. അതുപോലെ ചൂടും ഈർപ്പമുള്ള സാഹചര്യം വേണം, ഉയർന്ന താപനില വേണം, 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം. നീർവാർച്ചയുള്ള എക്കൽ മണ്ണും ചണം കൃഷിക്ക് ആവശ്യമായ ഒന്നാണ്. ചണം ഉൽപാദനത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനമാണ് ആർക്കുള്ളത്? ഇന്ത്യക്ക് ഉള്ളത്. വിദേശ നാണയം നേടിത്തരുന്നതിൽ നിർണായക സ്ഥാനമാണ് ചണത്തിനുള്ളത്. പശ്ചിമ ബംഗാൾ, അസം, ഒഡീസ എന്നീ സംസ്ഥാനങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും ചണം കൃഷി ചെയ്തു വരുന്നത്. മെസ്ത എന്നറിയപ്പെടുന്ന ഒരു തരം നാര് ചണത്തിനു പകരവും ഉപയോഗിച്ചു വരുന്നുണ്ട്. എല്ലാ വർഷവും മണ്ണ് പുതുക്കുന്ന വെള്ളപ്പൊക്ക സമതലങ്ങളിൽ നല്ല നീർവാർച്ചയുള്ള ഫലപുഷ്ടമായ മണ്ണിൽ ചണം നന്നായി വളർന്നു വരുന്നു. ഇന്ത്യയിലെ ചണത്തിൻ്റെ പ്രധാന ഉൽപാദന മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗംഗ, ബ്രഹ്മപുത്ര, ഡെൽറ്റ പ്രദേശങ്ങളാണ്. നമ്മൾ പറഞ്ഞ പോലെ എക്കൽ മണ്ണ്, നീർവാർച്ചയുള്ള മണ്ണ് വേണമെന്ന്. അപ്പോൾ ഗംഗ, ബ്രഹ്മപുത്ര, ഡെൽറ്റ പ്രദേശങ്ങളാണ് പ്രധാന ഉൽപാദന മേഖല എന്ന് പറയുന്നത്. ചണം ഉൽപാദനത്തിൽ ബംഗ്ലാദേശിനാണ് 1ാം സ്ഥാനം ഉള്ളത്. 2ാം സ്ഥാനമാണ് ആർക്കുള്ളത്? ഇന്ത്യക്ക് ഉള്ളത്. താരതമ്യേന വില കുറഞ്ഞ നാരുവിളയായതിനാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ വളരെ ഒരു പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ്. അടുത്തത് പുകയില. പുകയില ചെടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? പുകയില ചെടി ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോർച്ചുഗീസുകാരാണ് അല്ലേ. പുകയില ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ചൈനയാണ്, പിന്നെ അമേരിക്കയാണ്, പിന്നെയാണ് ഇന്ത്യ വരുന്നത്. 3ാമതായിട്ടാണ് പുകയില കൃഷി ചെയ്യുന്നതിൽ നമ്മുടെ ഇന്ത്യ വരുന്നത്. 1588 ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആകെ പുകയില ഉൽപാദനത്തിൽ 2 ഭാഗവും ആന്ധ്രാപ്രദേശും അതുപോലെ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ആകെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2 ഭാഗം നൽകുന്ന ആരൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ്. കേരളത്തിൽ എവിടെയാണ് പുകയില ഉൽപ്പാദിപ്പിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. കാസർഗോഡ് മാത്രമാണ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇനി പുകയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എങ്ങനത്തെയാണ്? പൊട്ടാഷ്, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയ മണ്ണുകളാണ് എന്തിന്
പുകയില കൃഷിക്ക് അനുയോജ്യമായത്. എണ്ണക്കുരുക്കൾ നമ്മൾ പറഞ്ഞു. എണ്ണക്കുരുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞത് നിലക്കടല, അതുപോലെ കടുക്, എള്ള്, ചെറുചണ വിത്ത്, ആവണക്ക് കുരു, സൂര്യകാന്തി വിത്ത്, പരുത്തിക്കുരു, നാളികേരം എന്നിവയെല്ലാം എന്തിൽ വരുന്നുണ്ട്? എണ്ണക്കുരുക്കളിൽ വരുന്നത്. നമുക്കറിയാം എന്തിൽ നിന്നൊക്കെ എണ്ണ കിട്ടും. എള്ളെണ്ണ, കടലെണ്ണ, പിന്നെ വെളിച്ചെണ്ണ, സൂര്യകാന്തി, സൺഫ്ലവർ ഓയിൽ പറഞ്ഞിട്ട് കുറേ എണ്ണയിൽ നിന്ന് നമുക്ക് എണ്ണക്കുരുക്കളില്ല. അങ്ങനെ എണ്ണ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത്. ആകെയുള്ള എണ്ണക്കുരുക്കളിൽ 70% ഏതിൽ നിന്നുള്ളതാണ്? നിലക്കടലയിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി സുഗന്ധവ്യഞ്ജനങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെ പറയാം നമുക്ക്? കുരുമുളക്, ഏലം, ഗ്രാവോ, പട്ട, ഇഞ്ചി, ജാതിക്ക, മുളക്, മഞ്ഞൾ ഇവയെല്ലാം സുഗന്ധവ്യഞ്ജനങ്ങളിൽ പെടുന്നത്. നമുക്കറിയാം സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ എവിടേക്കാണ്? നമ്മുടെ കേരളത്തിലാണല്ലേ ഏറ്റവും കൂടുതൽ. പിന്നെ വരുന്നത് കർണാടകത്താണ് സുഗന്ധവ്യഞ്ജന കൃഷി എന്ന് പറയുന്നത്. നമുക്കറിയാം പോർച്ചുഗീസുകാർ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഈ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ആദ്യമായിട്ട് അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി തോട്ടവിളകളിൽ ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞത് തേയില പറഞ്ഞു, റബ്ബർ പറഞ്ഞു, കാപ്പി പറഞ്ഞു. അവയൊക്കെയാണ് തോട്ടവിളകളിൽ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. റബ്ബർ എന്ന് പറയുന്നത് ഒരു മധ്യരേഖാ വിളയാണ്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഇത് വളരുന്നു. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന എവിടെയാണ്? കേരളത്തിലാണ് അല്ലേ. കേരളത്തിലെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് റബ്ബർ എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാണ്? മധ്യ തിരുവിതാംകൂറിലാണ്. റബ്ബർ വിത്തുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരൻ ആരാണ്? സർ വില്യം ഹെൻറി ആണ്. 1875 അദ്ദേഹം ഇന്ത്യയിലേക്ക് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. റബ്ബറിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. റബ്ബർ എന്ന് പറയുന്നത് ഒരു വ്യാവസായിക അസംസ്കൃത വസ്തുവാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അതുപോലെ മേഘാലയയിലെ ഗാരോ കുന്നുകളിലൊക്കെ റബ്ബർ പ്രധാനമായും കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇനി റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലാറ്ററൈറ്റ് മണ്ണ്, 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില, 150 സെൻറ്റിമീറ്ററിൽ കൂടിയ മഴ എന്നിവയൊക്കെയാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത് എന്ന് പറയുന്നത്. 1876 ബ്രസീലിൽ നിന്നാണ് റബ്ബർ മരത്തിൻ്റെ വിത്തുകളിൽ ഇന്ത്യയിലേക്ക് എത്തിയത്. 1895 ആദ്യമായി റബ്ബർ തോട്ടവിള കൃഷിയായി മധ്യ തിരുവിതാംകൂറിൽ കുന്നിൻ ചെരുവുകളിലാണ് ആരംഭിച്ചത്. നമ്മൾ പറഞ്ഞ മധ്യ തിരുവിതാംകൂറിലാണ് റബ്ബർ കൃഷി ആരംഭിച്ചതെന്ന്. ആദ്യത്തെ റബ്ബർ തോട്ടം കേരളത്തിലെ ഹൈ റേഞ്ച് പ്രദേശത്താണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇടുക്കിയിലെ കാളിയാർ എസ്റ്റേറ്റ് ആണ്. ആദ്യത്തെ റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതൊരു സ്വകാര്യ മേഖല എസ്റ്റേറ്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖല റബ്ബർ എസ്റ്റേറ്റ് ഏതാണ്? അത് 1910 ആരംഭിച്ച ഇടുക്കി തൊടുപുഴയിലെ മലങ്കര എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ആദ്യത്തേത് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ കാളിയാർ എസ്റ്റേറ്റ് ആണ്, പക്ഷെ അത് സ്വകാര്യമാണ്. പൊതുമേഖല ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ മലങ്കര എസ്റ്റേറ്റ് ആണ്. റബ്ബർ മരത്തിൽ നിന്നും ലഭിക്കുന്ന കറ ലാക്ടസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ റബ്ബർ മരത്തിൽ നിന്ന് ലഭിക്കുന്ന കറ അറിയപ്പെടുന്നത് എന്താണ്? ലാക്ടസ് എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളമാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മൊത്തം ഇന്ത്യയിലെ റബ്ബർ ഉൽപ്പാദനത്തിൻ്റെ 91% കേരളത്തിൻ്റെ സംഭാവനയാണ്. 5% ഉൽപ്പാദനം ആരുടെ കൂടെയാണ്? തമിഴ്നാടിൻ്റെ സംഭാവനയാണ്. അപ്പോൾ നമ്മൾ കേരളം, തമിഴ്നാട്, കർണാടക, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപും മേഘാലയയിലെ ഗാരോ കുന്നുകളിലൊക്കെയാണ് റബ്ബർ കൃഷി ചെയ്യുന്നതെന്ന് പറയാം അല്ലേ. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണെന്ന് പറഞ്ഞു. ഇനി വെള്ളം കെട്ടി നിൽക്കാത്ത കുന്നിൻ ചെരുവുകളിലാണ് റബ്ബർ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. അതുപോലെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തും റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട്. അടുത്തത് ഏതാണ്? അടുത്തത് കാപ്പി. കാപ്പി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ് അല്ലേ കാപ്പി എന്ന് പറയുന്നത്. കാപ്പി എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖല തോട്ടവിളയാണ്. കാപ്പിച്ചെടി ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഒരു മുസ്ലിം പണ്ഡിതനാണ്. മുസ്ലിം പണ്ഡിതനും സൂഫി സന്യാസിയുമായ ബാബ ബുഡ്ഡാൻ സാഹിബാണ് ഇന്ത്യയിലേക്ക് കാപ്പി ആദ്യമായി കൊണ്ടുവന്നത്. അറേബ്യയിൽ നിന്നാണ് കാപ്പിപ്പൊടി ഇന്ത്യയിലേക്ക് എത്തിച്ചത്. 1830 ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത്. കർണാടകയിലെ ചിക്കമംഗ്ലൂരു കുന്നിൻ ചെരുവിലാണ് കാപ്പി തൈകൾ ആദ്യമായി നട്ടുവളർത്താൻ ആരംഭിച്ചത്. പിൻകാലത്ത് കർണാടകയിലെ ഈ കുന്നിൻ ചെരുവുകൾ ബാബ ബുഡാൻ കുന്നുകൾ എന്നറിയപ്പെട്ടു. കാരണം എന്താണ്? അദ്ദേഹമാണ് കാപ്പിക്കുരുകൾ കൊണ്ടുവന്നത്. എവിടെയാണ്? കർണാടകയിലാണ് അതുള്ളത് കേട്ടോ. നീർവാർച്ചയുള്ള വനമണ്ണ്,
കാപ്പി കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. മൂടൽ മണ്ണാണ് കാപ്പി കൃഷിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. എന്താണ്? മൂടൽ മണ്ണാണ്. ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം, കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കാപ്പി പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കാപ്പി ഇനങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നിവയാണ് പ്രധാന കാപ്പി ഇനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് തേയില. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പാനീയ വിളയാണ് തേയില എന്ന് പറയുന്നത്. അത് 1823 ഇന്ത്യയിൽ തേയില കൃഷി ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് അസമാണ്. അസമിനെയാണ് നമ്മൾ ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളും തമിഴ്നാടും കേരളവും എന്ത് ചെയ്യുന്നുണ്ട്? ഈ തേയില കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നാം സ്ഥാനത്തുള്ളത് അസമും, പിന്നെ പശ്ചിമ ബംഗാൾ, പിന്നെ തമിഴ്നാട്, പിന്നെ കേരളം എന്നീ സ്ഥാനങ്ങളിലാണ് തേയില കൃഷി ചെയ്യുന്നത്. തേയില കൃഷിക്ക് ആവശ്യമായ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ മഴയാണ്. അതുപോലെ 13 ഡിഗ്രി സെൽഷ്യസ് വരെ മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുഭവപ്പെടുന്ന കുന്നിൻ ചെരുവിലാണ് തേയില കൃഷി അനുയോജ്യമായിട്ടുള്ളത്. 1840 വാണിജ്യാടിസ്ഥാനത്തിൽ തേയിലത്തോട്ടങ്ങൾ ആസാമിലും അതുപോലെ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലുമെല്ലാം ആരംഭിച്ചത്. വില്യം ബെൻഡിക് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തേയില ഉൽപ്പാദനം ആരംഭിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ചോദിച്ചു പറഞ്ഞാൽ അതാരാണ്? ഇന്ത്യയാണ്. ഒന്നാമത്തെ രാജ്യം ഏതാണ്? അത് ചൈനയാണ്. ഇത് കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് ഇത് കൊണ്ടുവന്നത്. എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ചോദിച്ചാൽ അത് ആസാമിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. ഇനി പഴങ്ങളും പച്ചക്കറികളും. നമ്മുടെ ഇന്ത്യയിൽ പഴം, പച്ചക്കറി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് 2ാം സ്ഥാനമാണ്. പഴങ്ങളും പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനം പറയുന്നത് എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനമാണുള്ളത്. ഉഷ്ണമേഖലയിലും അതുപോലെ മിതോഷ്ണ മേഖലയിലും കാണപ്പെടുന്ന പല ഇനം പഴവർഗ്ഗങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ? മാങ്ങ, ഏത്തപ്പഴം, മറ്റു വാഴപ്പഴങ്ങൾ, ചക്ക, കൈതച്ചക്ക, കശുമാവ്, ഓറഞ്ച്, ആപ്പിള്, മുന്തിരി, പീച്ച്, ആപ്രിക്കോട്ട്, പ്ലം, ആൽമണ്ട് എന്നിവയാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പഴവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി മിതോഷ്ണ മേഖലയിലുള്ള പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആപ്പിള്, അതുപോലെ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് മിതോഷ്ണ പഴവർഗ്ഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആപ്പിളാണ്. എവിടെയൊക്കെയാണ്? ഹിമാചൽ പ്രദേശിലും കാശ്മീരിലും ഉത്തരാഖണ്ഡിലൊക്കെയാണ് പ്രധാനമായിട്ടും ആപ്പിള് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഉപോഷ്ണ പഴവർഗ്ഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് വാഴപ്പഴമാണ് അല്ലേ? വാഴപ്പഴം നിർമ്മിക്കുന്നത് എവിടെയാണ്? പ്രധാനമായിട്ട് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും തമിഴ്നാട് എന്ന് പറയില്ലേ. അതിനുശേഷം മഹാരാഷ്ട്രയിലൊക്കെയാണ് വാഴപ്പഴ നിർമ്മാണം ഉള്ളത്. ഇനി ഓറഞ്ച് കൃഷി ചെയ്യുന്ന എവിടെയൊക്കെയാണ്? മഹാരാഷ്ട്രയിലും ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, നമ്മുടെ കേരളത്തിലും അടക്കം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഓറഞ്ച് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മിതോഷ്ണ പഴവർഗ്ഗമായ ആപ്പിളിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഉപോഷ്ണ പഴവർഗ്ഗമായ വാഴപ്പഴത്തിനെ കുറിച്ചും പറഞ്ഞു. അതുപോലെ ഒരു ഉപോഷ്ണ പഴവർഗ്ഗമാണ് മുന്തിരി എന്ന് പറയുന്നത്. മുന്തിരി കൃഷി പ്രധാനമായിട്ടും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ മുന്തിരി കൃഷിയുള്ളത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയുടെ 13% ഇന്ത്യയുടെ സംഭാവനയാണ്. ഇനി നമുക്കിതിൽ കുറച്ച് നമ്മുടെ വിപ്ലവങ്ങൾ പഠിക്കാണ്ട്. ഏതൊക്കെ വിപ്ലവം പഠിക്കാണ്ട്? ഹരിത വിപ്ലവം പഠിക്കാണ്ട്, അതുപോലെ ധവള വിപ്ലവം പഠിക്കാണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹരിത വിപ്ലവത്തെക്കുറിച്ച് നോക്കിയിട്ട് പോകാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഈ ഹരിത വിപ്ലവത്തെ തന്നെയാണ് നമ്മൾ ഗോതമ്പ് വിപ്ലവം എന്നും പറയുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധന, ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതുപോലെ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞതും അതിൻ്റെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും ഒക്കെ കുറഞ്ഞതാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അവയുടെ
പരിമിതികൾ എന്ന് പറയുന്നത്, നമ്മൾ ഹരിത വിപ്ലവത്തിന് വേണ്ടിയിട്ട്, കൃഷിക്ക് വേണ്ടിയിട്ട് അമിതമായിട്ട് എന്ത് ചെയ്തു? ഭൂഗർഭ ജലങ്ങളെല്ലാം ഉപയോഗിച്ചതോടെ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഗണ്യമായി കുറഞ്ഞു. അതുപോലെ നമ്മൾ രാസവളങ്ങളൊക്കെ അധികമായി ഉപയോഗിച്ചതിൽ എന്തായി? മണ്ണിൻ്റെ സ്വാഭാവിക ഫലപുഷ്ടത കുറയുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ക്ലാസ് ഇതോടെ കഴിയുന്നില്ല. നമുക്ക് ഹരിത വിപ്ലവം തന്നെ ഇതിൽ കൂടുതൽ പഠിക്കാനുണ്ട്. നമുക്കറിയാമല്ലേ, ഹരിത വിപ്ലവനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ എന്താണ് നീല വിപ്ലവം എന്ന് പറയുന്നത്? അത് മത്സ്യ ഉൽപാദന രംഗത്തുള്ള വിപ്ലവത്തെയാണ് നീല വിപ്ലവം എന്ന് പറയുന്നത്. രജത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ചുവപ്പ് വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? മാംസം, തക്കാളി ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ചുവപ്പ് വിപ്ലവം എന്ന് പറയുന്നത്. തവിട്ട് വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? തുകൽ ഉൽപാദന രംഗത്തുള്ള വിപ്ലവമാണ് തവിട്ട് വിപ്ലവം എന്ന് പറയുന്നത്. ഇനി ചാര വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? ഭവന നിർമ്മാണം, രാസവളം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ചാര വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ് മഞ്ഞ വിപ്ലവം? എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് മഞ്ഞ വിപ്ലവം. മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? കാർഷിക മേഖലയിലെ മൊത്ത ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ് സ്വർണ്ണ വിപ്ലവം? പഴം, പച്ചക്കറി ഉൽപാദനം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് സ്വർണ്ണ വിപ്ലവം എന്ന് പറയുന്നത്. പിങ്ക് വിപ്ലവം എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? മരുന്ന് ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് പിങ്ക് വിപ്ലവം. എന്താണ് കറുത്ത വിപ്ലവം? പെട്രോൾ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് കറുത്ത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം വലിയൊരു ടോപ്പിക് തന്നെയാണ് കൃഷി എന്ന് പറയുന്നത്. നമ്മൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ ക്ലാസ്സുകളുമായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.